നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പഠനവും ധ്യാനവും ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി, കർത്താവെ കേൾക്കുന്ന വചനം അവരിൽ ഹൃദയത്തിൽ പതിക്കാനും ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും യേശു കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാനും ഇടയാക്കണമേ. കർത്താവെ, അടിയന് വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വചനം സംസാരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളെ തരണം, ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 12-ാം വാക്യം ഞാൻ വായിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. യഥാർത്ഥത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ ലേഖനങ്ങളിൽ പറയുന്ന ഒരു കാര്യം, രക്ഷ സൗജന്യമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് രക്ഷ. പക്ഷേ ഇവിടെ ഒരു വാക്ക് അദ്ദേഹം പറയുന്നു, എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവീൻ എന്ന ഒരു വാക്കൂടെ പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുകൂടെ നമ്മൾ നോക്കണം. ഭയത്തോടും വിറയലോടും കൂടി എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നതിൻ്റെ അർത്ഥമേ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൗലോസ് ചില ഉപദേശങ്ങൾ തരുന്ന അധ്യായമാണ്. ഇത് 4-ാമത്തെ ഉപദേശമാണ്. ഈ ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിക്കുക എന്ന് പറയുന്നത് വിജാതിയർ ചഞ്ചല പ്രകൃതരായ ദേവന്മാരുടെ മുമ്പിൽ കാണിക്കുന്ന ഉത്കണ്ഠാകുലമായ ഒരു ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന വിനയത്തോടുകൂടിയ ആദരവിനെയാണ് ഭയത്തോടും വിറയലോടും കൂടെ എന്ന ആ പ്രയോഗം കാണിക്കുന്നത്. പഴയ നിയമത്തിൽ ഈ ആവിഷ്കാരം നമുക്ക് കാണുവാൻ സാധിക്കും, ഭയത്തോടും വിറയലോടും കൂടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. ഇസ്രായേൽ ജനത്തിന് യഹോവയുടെ സാന്നിധ്യം ഭയവും വിറയലും ഉണ്ടാക്കും. അവർ ശിലാതുല്യമായിത്തീരുന്നു. യേശയ്യാ 19:16 ഇങ്ങനെ പറയുന്നു, അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും. യൂദ ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. ദാവീദ് പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സങ്കീർത്തനത്തിൽ 2:11, ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവീൻ. യൂദത്തിൻ്റെ 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മളോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നു, സമുദ്ര
തീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കീന, ജാമിനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോരത്തസിലെയും അസ്കേലോണിലെയും ജനങ്ങൾ പരിഭ്രാന്തരായി. യഹോവയുടെ സാന്നിധ്യം അവരെ ഭയപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ യജമാനനെ കാണുമ്പോൾ അടിമയ്ക്കുണ്ടായേക്കാവുന്ന ഭയവും വിറയലുമല്ല പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബലഹീനതയിലും പാപപ്രകൃതിയിലും നമ്മെ സ്നേഹിച്ച, അതെ, കുരിശുമരണം വരെ നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ ഹൃദയം മുറിപ്പെടുമോ എന്ന ഭയവും അതുമൂലമുണ്ടാകുന്ന വിറയലുമാണ് ഇവിടെ ഭയവും വിറയലും എന്ന് ഉദ്ദേശിക്കുന്നത്. പൗലോസ് പറഞ്ഞല്ലോ, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന്. അതിൻ്റെ അർത്ഥം കൂടെ നമുക്ക് നോക്കണം. ആത്മീയ രക്ഷ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തിയാൽ നേടുന്നതല്ല. എന്നാൽ പ്രവർത്തിക്കുവീൻ എന്ന് ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് കറ്റർഗസ്തായ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അത് പൂർണ്ണതയ്ക്കായി യത്നിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. രക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാം നേടിയെടുക്കുവാൻ, സമ്പൂർണമായി പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ പ്രയത്നിക്കുക എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ രക്ഷ നമുക്ക് നമ്മളേതാണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലമെന്ന് വിചാരിക്കരുത്. പൂർണ്ണത വരുവാൻ നമ്മൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ഒക്കെ ചെയ്യണം. ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്. ലൂക്ക 2:31 പറയുന്നു, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ രക്ഷ യേശുവിന് കുഞ്ഞായിരിക്കുമ്പോൾ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ എന്ന് പറയുന്ന ആ വൃദ്ധ പ്രവാചകൻ പറഞ്ഞതാണ്, രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, നഗ്നനേത്രങ്ങൾ അത് കണ്ടു. അയ്യോ, അതൊരു ഭാഗ്യമല്ലേ. ഇത് എന്താണ്? സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയായത്. യഹൂദർക്ക് മാത്രമല്ലെന്നർത്ഥം. എല്ലാ ജനതകൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയാണ് ശിമയോൻ്റെ കയ്യിലിരിക്കുന്ന യേശു ക്രിസ്തു. അവനാണ് ഏകവാതിൽ. യോഹന്നാൻ 10:9, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. യേശു കർത്താവ് തന്നെ പറഞ്ഞതാ. ഒരു വാതിലേ ഉള്ളൂ, അത് കർത്താവാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ്. അവിടെ വന്നെങ്കിലേ അകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ. ഞാൻ എവിടെയെങ്കിലും അങ്ങ് ഏത് മതത്തിലായാലും കുഴപ്പമില്ല, ഏത് വിശ്വാസമായാലും കുഴപ്പമില്ല, ഞാൻ നല്ലവനായിട്ട് അങ്ങ് ജീവിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിക്കും ചിലർ. ഇല്ല, വാതിൽ കൂടെ അകത്തോട്ട് കയറിയെങ്കിൽ പ്രവേശിക്കുക എന്നുള്ള അത് വരത്തുള്ളൂ. അപ്പം പ്രവേശിക്കണം, അത് വാതിൽ യേശു ക്രിസ്തുവാണ്, അവിടോട്ട് വരണം, അതിലേക്ക് കയറണം. അപ്പോൾ നമുക്ക് മേജസ്ഥലമൊക്കെ കണ്ടുപിടിക്കാനും സാധിക്കും. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. പലരിങ്ങനെ രക്ഷിക്കും, പലരുണ്ട്, പല ബ്രോക്കർമാരുണ്ടെന്ന് പറയുന്ന പോലൊന്നും അല്ല ഇത്. ഒറ്റ രക്ഷകനേ ഉള്ളൂ, ആ രക്ഷകൻ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 എടുത്തെഴുതിയിരിക്കുന്നു, ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒറ്റ നാമം, യേശു ക്രിസ്തു. അവൻ്റെ കൃപ മതി നമുക്ക്. അപ്പോൾ എല്ലാ കാര്യവും നടക്കും, രക്ഷയും ലഭിക്കും. ആ കൃപ മതിയായതാണ്, ആവശ്യത്തിന് തികയുന്നതാണ്. ഇനിയും കുറച്ച് വേറെ വല്ലതും കൊണ്ട് കൂട്ടിച്ചേർക്കണം, ഒന്നും വേണ്ട. ഈ കൃപയാണ് എല്ലാം, അത് മതി, അത് ആവശ്യത്തിന് മതിയായതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15:11 പറയുന്നു, അവരെ പോലെ തന്നെ നാമം രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇത് മതി,
ഇനിയും വേറെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ കൂട്ടിച്ചേർക്കണോ? അതേ കൂടെ ചേർന്നാലേ ഇത് ശരിയാകുള്ളൂ, ഈ പാചകം ശരിയാകുള്ളൂ എന്നൊക്കെ അങ്ങനെ വിചാരിക്കണ്ട. യേശുക്രിസ്തുവിൻ്റെ കൃപയാ സകലതിനും മതിയായത്. നാം നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. നാം നീതീകരിക്കപ്പെടുന്നത്. റോമർ 5:9 പറയുന്നു, ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നതും തീർച്ചയാണല്ലോ. അവൻ നിത്യരക്ഷയുടെ ഉറവിടമാണ്. ആ ഉറവിടത്തിലോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. ഹെബ്രായർ 5:9 പറയുന്നു, പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. അവൻ നിത്യരക്ഷയുടെ ഉറവിടമായി. ഈ കർത്താവേ ഒരു പ്രാവശ്യം വന്നല്ലോ, നമ്മളെല്ലാം ഇനിയൊന്നൊരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുക, അവൻ രണ്ടാമത് വരും. ആ പ്രതീക്ഷ നമുക്കുണ്ട്. അവൻ വീണ്ടും വരും. ഇനിയും വരുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജോലി അത് മാത്രമാണ്. കാത്തിരുന്നോണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തെ രക്ഷിച്ചുകൊണ്ടങ്ങ് പോകും. അതിനി ഞാൻ വീണ്ടും വരും. ഹെബ്രായർ 9:28 പറയുന്നു, ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. കാൽവരിയിലെ ബലിയുടെ കാര്യമാണ്. അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇനി പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല, അത് കഴിഞ്ഞു. വീണ്ടും അത് അർപ്പിക്കാനൊന്നുമില്ല, അത് അർപ്പിച്ച് കഴിഞ്ഞു. ഇനിയും കർത്താവ് ഇങ്ങോട്ട് വരുന്നത് ഈ കാത്തിരിക്കുന്ന ജനമുണ്ട്, അവരെ എടുത്തുകൊണ്ട് പോകാനാണ്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. രക്ഷയുടെ അനുഭവത്തോടെ ചില പ്രത്യേകതകളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ സഹനം ഉണ്ടാകും. നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് സഹനമൊന്നുമില്ല, സുഖമായിട്ടങ്ങ് ഇരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. സഹനമുണ്ടാകും. മത്തായിയുടെ സുവിശേഷം 10:22 പറയുന്നു, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയോ ചെയ്യുമ്പോൾ ഈ ജനങ്ങളെല്ലാം നമ്മളെ ദേഷിക്കും. എന്തിനാണ് ദേഷിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ നമ്മൾ സഹിച്ചു നിൽക്കണം. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. പിന്നെ നമുക്ക് വിശ്വാസവും അതിൽ ഏറ്റുപറച്ചിലൊക്കെ വേണം. റോമർ 10:9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മൂന്നാമതൊരു സംഗതി, ഈ വചനത്തെ വിനയപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. ചിലർക്ക് വചനം കേൾക്കാൻ താല്പര്യമില്ല. അത് വിനയപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. യാക്കോബ് 1:22 പറയുന്നു, ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വചനത്തിന് 2 കാര്യങ്ങൾ ചെയ്ത് കഴിയപ്പെട്ടു. ഒന്ന്, അത് നിങ്ങളിൽ പാകിയിരിക്കുക. നിങ്ങൾക്ക് ക്രിസ്തീയ സഭയിൽ വളർന്നു വരുന്നവർക്ക് ഈ വചനം ഇങ്ങനെ പാകിക്കൊണ്ടിരിക്കുക, പാകി ഇങ്ങനെ ഇടുക, കിളിച്ച് വരണ്ടേ, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ആ വചനത്തിന് രണ്ടാമതോടെ പറഞ്ഞത് ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ഈ വചനം. ആ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ് ഈ വചനം. അത് വിതച്ചിരിക്കുക. അതൊന്ന് വളർന്ന് ഫലം പുറപ്പെടുവിച്ചാൽ മതി. വളരാൻ അനുവദിക്കണം. ഫലം കർത്താവ് അങ്ങ് പുറപ്പെടുവിച്ചോളൂ. വളരാൻ അനുവദിക്കണം. മുള്ളുകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങിപ്പോകരുത്. അപ്പോൾ അതിനെ വിനയപൂർവ്വം ഒന്ന് സ്വീകരിക്കണം. അഹങ്കാരത്തോട് തട്ടി എടുത്ത് കളയരുത്. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആത്മീയമായ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. വെളിപാട് 22:14 പറയുന്നു, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും
കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധി ആക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരാണ് ഭാഗ്യവാന്മാർ. ആരാണ്? ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അത് കവാടങ്ങളിൽ കൂടെ വേണം പ്രവേശിക്കുവാൻ. കവാടം ഉണ്ട്, ഒരു ഡോറുണ്ട്, ആ ഡോറിൽ കൂടെ വേണം പ്രവേശിക്കുവാൻ. നഗരം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിലോട്ട് കയറണമെങ്കിൽ ഈ കവാടത്തിൽ കൂടെ കയറണം. കർത്താവ് പറഞ്ഞു കവാടം ഒന്നേ ഉള്ളൂ, അത് ഞാനാ. വേറെ കവാടത്തിൽ മറ്റേ സൈഡിൽ കൂടെ ഒക്കെ കയറാമെന്നൊന്ന് വിചാരിച്ചാൽ കാര്യം നടക്കത്തില്ല. ആ കവാടത്തിൽ കൂടെ കയറണം. ആ കവാടത്തിൽ കൂടെ കയറുന്നവർക്കൊരവകാശമുണ്ട്, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം. ജീവന വൃക്ഷത്തിൽ നിന്ന് നമ്മളിതുവരെ എടുത്ത് കഴിക്കുന്നില്ലായിരുന്നല്ലോ, ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയല്ല നമ്മൾ. ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിന് അകത്തോട്ട് കയറണം, കവാടത്തിലൂടെ വേണം കയറാൻ. അതിനെ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞത്, താങ്കളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കണം. ഈ അങ്കി കഴുകി ശുദ്ധിയാക്കാതെ ഈ കവാടത്തിൽ കൂടെ അകത്തോട്ട് കയറാൻ ഒക്കത്തില്ല. അതുകൊണ്ടത് കഴുകി ശുദ്ധിയാക്കണം. അങ്കി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ശുദ്ധമായിരിക്കണം. അകത്തം കയറാം. അത് ദൈവത്തിനറിയാം ആരൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ കയറണമെങ്കിൽ, കയറിയാൽ നമുക്ക് ഈ ജീവൻ്റെ വൃക്ഷത്തിലെ പഴവും തിന്നാം. ഈ കവാടത്തിൽ കൂടെ കയറണം. അതുകൊണ്ട് അങ്കി കഴുകി നമ്മൾ ശുദ്ധിയാകരിച്ച് നിൽക്കണം എന്നർത്ഥം. ഇനി ഞാൻ അടുത്ത വചനത്തിലോട്ട് കയറുകയാണ്. 2:13 വായിക്കാം. 2:13. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. നമുക്ക് മനസ്സിലൊരു ഉത്തേജനം വരും. ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കണം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ഇച്ഛയനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതും ദൈവമാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആത്മീയമായ തലത്തിലൊരു കാര്യം ചെയ്യാനൊരു ഉത്തേജനം നമുക്ക് വരുന്നു. ദൈവം ആ ഇച്ഛ നമ്മളിലോട്ട് വരുന്നു. ആ ഇച്ഛ ഉണ്ടായത് എവിടുന്ന, അതിനെ പ്രവർത്തിക്കാനുള്ള ശക്തി ഉത്തേജിപ്പിച്ച് തരുന്നത് ആരാ? അത് ദൈവം തന്നെ തരുന്നതാണ്. അങ്ങനെ അപ്പോൾ ദൈവം തരുന്ന ആ ഒരു കഴിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ദൈവം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ കൂടെ നമ്മളിലേക്ക് വരുന്നു. നാം ശക്തി പ്രാപിക്കും, പുതുക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ പുതുക്കപ്പെടുന്നു. സങ്കീർത്തനം 51:10 ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, പാട്ടാണ്. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഒരു നവചൈതന്യം, പരിശുദ്ധാത്മാവെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് നിക്ഷേപിക്കണമേ, ശക്തി വർദ്ധിപ്പിക്കണം, ഞാൻ പുതുതാകണം. ഇതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുക, നമ്മളും പ്രാർത്ഥിക്കണം. ഏശയ്യാ 40:31 പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തിയില്ല, പോയി, എൻ്റെ ശക്തിയെല്ലാം പോയെന്നൊന്നും ആരും പറയണ്ട. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് പറയുന്നത് അവരുടെ ജീവചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. അവരുടെ ചിറകൊക്കെ പോയി ഒരു കഴിവില്ലാതായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചിറകൊക്കെ വീണ്ടും അങ്ങ് വികസിച്ച് വരും, വർദ്ധിച്ചു വരും, വളർന്നു വരും. അവർ വീണ്ടും ചിറകട്ടടിച്ച് ഉയർന്ന് പറക്കും. കഴുകന്മാരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞതാ. എന്ത് നമ്മളെക്കുറിച്ച് പറയാനാ? വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി പോയി എന്നൊന്നും ആരും വിചാരിച്ച് വിഷമിക്കേണ്ട. ശക്തി തരുന്നവൻ ദൈവം. നാം പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം. റോമർ 12:2 നിങ്ങൾ
ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രസ്തുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമത് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിലെ മറ്റാൾക്കാർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അതനുകരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ബൈബിളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം എങ്ങനെ ആയിരിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇച്ഛിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ഉത്തേജനം തരുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചങ്ങ് നമ്മൾ ജീവിച്ചാൽ മതി. നമ്മുടെ മനസ്സിൻ്റെ ഒരു നവീകരണം ഉണ്ടാകണം. മനസ്സിൻ്റെ നവീകരണം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് രൂപാന്തരപ്പെടും. ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാകും. ചില കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾക്ക് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സൊന്ന് നവീകരിക്കണം. അപ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. ദൈവഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ദൈവത്തിന് പ്രീതികരമായത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. പരിപൂർണമായത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ വിവേചിച്ചറിയാനുള്ളൊരു ശക്തി നമുക്ക് ലഭിക്കും. അപ്പം ദൈവം പറഞ്ഞതാണോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ എന്ന് നമുക്ക് ബോധ്യമാകും. ഇതിലേതാണ് ചെയ്യേണ്ടത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്. കർത്താവ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ അടുത്ത വാക്യത്തിലോട്ട് പോകാം. 2:14 പറയുന്നു, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പ് തർക്കവും കൂടാതെ ചെയ്യുവീൻ. എല്ലാ കാര്യങ്ങളും ചെയ്യുവീൻ, മുറുമുറുപ്പും തർക്കവും ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങ് മുറുമുറുപ്പും തർക്കവുമാണെങ്കിൽ ആ ജീവിതത്തിൽ തന്നെ ഒരു സ്വസ്ഥതയില്ലല്ലോ. അപ്പോൾ അങ്ങനെ മുറുമുറുപ്പും തർക്കവും കൂടാതെ അങ്ങ് ഉത്സാഹത്തോടെ അങ്ങ് ചെയ്യുക. ഇത് നമുക്ക് തരുന്നൊരു ഉപദേശമാണ്. ഇസ്രായേൽക്കാർ ഈജിപ്തിലായിരുന്നു, പിന്നെ അടിമകളായി കിടന്നിട്ട് മോശ വഴിയാണല്ലോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ തിരിച്ച് കൊണ്ടുവന്നപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള വലിയ സന്തോഷം അവർക്ക് ഉണ്ടായി എന്ന് പറയാം. എന്നാലും പരിപൂർണമായ ഒരു സന്തോഷം അവർക്ക് ഹൃദയത്തിൽ വന്നില്ല. യാത്രയിൽ അവർ അസന്തുഷ്ടരായിരുന്നു. കാരണം ഭക്ഷണം കിട്ടുന്നില്ല, കുടിക്കാൻ വെള്ളവും കിട്ടുന്നില്ല. ഈ ആവശ്യങ്ങളെക്കുറിച്ചാണ്. ഭക്ഷണവും വേണം, വെള്ളവും കിട്ടണം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അവർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രയാസം ഉണ്ടായത്. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു. മോശ ദൈവത്തോട് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി. ദൈവം ഒരു കാര്യം ചെയ്തു, മന്നയും കാടപ്പക്ഷിയും. അതെവിടെ വരെ? കനാൻ നാട്ടിൻ്റെ അതിർത്തിയിലെത്തുന്ന വരെ ദൈവം ഇങ്ങനെ കൊടുത്തു. അവർക്ക് അപരിചിതമായ ഒരു വസ്തുവായി. സ്വർഗത്തിൽ നിന്ന് മന്ന തന്നെന്നാണ് പറയുന്നത്. നമുക്ക് പോലും അറിയത്തില്ല അതിൻ്റെ ഘടന. അങ്ങനത്തെ ഒരു സാധനമാണ്. കൊത്തമ്പാലര് പോലെ ഇരിക്കുന്നു, രുചിയുള്ളതാണ്. അതൊക്കെ കളക്ട് ചെയ്യുന്നു, പാചകം ചെയ്യുന്നു, ഭക്ഷിക്കുന്നു. കാടപ്പക്ഷിയുണ്ട്. ഇറച്ചി കിട്ടിയില്ലെന്ന് പറഞ്ഞവർക്ക് സങ്കടമുണ്ടായി. ആ ഇറച്ചി അപ്പം നല്ലവണ്ണം ഭക്ഷിക്കാം. പക്ഷേ അവർക്ക് അങ്ങ് തൃപ്തിയായില്ല. അവർ പിന്നെയും പറയുന്നത്, എന്ന് ഞങ്ങൾ മന്നയും കാടപ്പക്ഷി ഈ ഒറ്റ ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് ഈജിപ്തിലായിരുന്നു വേറെ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഭക്ഷിക്കാനുള്ള കൊതി അവർക്കുണ്ടായിരുന്നു. അവർക്ക് കിട്ടുമായിരുന്നു. അടിമവേല ചെയ്തെങ്കിലും ഭക്ഷണം അവർക്ക് ധാരാളം കിട്ടും. അപ്പോൾ ശക്തിയൊക്കെ ഉണ്ട്, നല്ലവണ്ണം ജോലിയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു അവരിങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ അവർക്കൊരു അതൃപ്തി ഉണ്ടായി. അവർ മോശയ്ക്ക് എതിരായിട്ട് പിറുപുറത്തു. അതാണ് സംഭവിച്ചത്. വലിയ ആ നേതാവ് മോശയ്ക്കെതിരായിട്ട് പോലും അവർ പിറുപിറുക്കുകയാണ്. ഇനി കനാൻ നാടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതൊന്ന് ഒറ്റ നോക്കാൻ ആൾക്കാരെ വിട്ടിരുന്നു. അവർ പോയിട്ട് വന്നിട്ട് കടന്ന റിപ്പോർട്ടേ അതും അവർക്ക് സംതൃപ്തി നൽകുകയില്ല. ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ അവർ രാത്രി മുഴുവൻ അവർ ഉറക്കെ നിലവിളിച്ചു. നിലവിളിക്കത്തക്കമുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടിയത് സംഖ്യയുടെ 14:2 എഴുതിയിരിക്കുന്നു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങളങ്ങ് മരിച്ചിരുന്നു എങ്കിൽ ഈ ഉത്ര നന്നായിരുന്നെന്ന്. ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ അയ്യോ, പിന്നെ നമുക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നല്ലോ, അവിടെ വെച്ച് അങ്ങ് മരിച്ചാൽ മതിയല്ലോ. ഇപ്പോഴും പലരും വിചാരിക്കുന്നത് അങ്ങനെ. ആത്മഹത്യകളൊക്കെ നടക്കുന്നത് എങ്ങനെ? ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന്.
അല്ല, ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്താണെന്ന് അവർക്ക് വിചാരിക്കാമായിരുന്നല്ലോ. യേശു ക്രിസ്തു ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്, ഇവൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു. യൂദാസ്കറിയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ സന്ദർഭവും കാര്യവും നമുക്കറിയാം. അപ്പം ഇവരാഗ്രഹിക്കുക മരിക്കാൻ ആ സ്ഥലങ്ങളിൽ വെച്ച് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നല്ലോ, ഇവിടെ വരെ വരണ്ടായിരുന്നല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്തിനാ വാളിനെ ഇരയാകാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്? എന്തിനാ? പിറുപിറുക്കുകയാണ്. പക്ഷേ ഈ പിറുപിറുപ്പിനെക്കുറിച്ച് പൗലോസിന് പറയാനുള്ള നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ പൗലോസ് ഒരു മറുപടി എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-9 മുതൽ 10 വരെ. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. അവർ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നമുക്ക് മനസ്സിലായി. പിറുപിറുപ്പ് കൂടാതെ എല്ലാം സഹിച്ച് ശാന്തരായി കർത്താവിനെ ലക്ഷ്യം വെച്ച് അങ്ങ് ജീവിച്ചാൽ മതി. സുഭാഷിതങ്ങൾ 20:3 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. ഭോഷന്മാർ ശണ്ട കൂട്ടിക്കൊണ്ടിരിക്കും. എവിടെയും വഴക്കുണ്ടാക്കുക, അത് അവർ ഭോഷന്മാരാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ശാന്തരായി പെറുപെറുപ്പ് കൂടാതെ ജോലി ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കണം. സഹനങ്ങളുണ്ടാകും, ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. ഇനി 15-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിയമാവർത്തനം 32:5 ദുഷ്ടവും വക്രവുമായ തലമുറ എന്നൊരു പ്രയോഗമുണ്ട്. അതും ഇവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവമക്കളെ പൗലോസ് പറയുന്നത് കുറ്റമറ്റവർ, കുറ്റമില്ലാത്തവരാണ്. അങ്ങനെ ജീവിക്കണം. അപ്പോഴാണ് ദൈവമക്കളുടെ ആ പേര് പറയാൻ ഒക്കുന്നത്. കുറ്റമറ്റവരായ ദൈവമക്കൾ എവിടെ നിൽക്കുന്നത്? അവർ നിൽക്കുന്നത് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിലാണ്. ഇവിടെ നിന്ന് എടുത്തോണ്ട് വരാനൊന്നും കർത്താവ് പറയുന്നില്ല. പക്ഷേ ഇവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം. ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ എന്ന് പൗലോസ് എഴുതുന്നു. ക്രിസ്തീയ പ്രേക്ഷിത വേലയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വീക്ഷണം എങ്ങനെയാണെന്ന് ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ വെളിച്ചമായിട്ട് പ്രകാശിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:14, 15, 16 വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. പീഠത്തിന്മേൽ വയ്ക്കണം. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. വിളക്കിൻ്റെ ഉദ്ദേശം അതല്ലേ? അപ്പോൾ പ്രകാശം നൽകണം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളിത്രയും ചെയ്താൽ മതി. നിങ്ങൾ സൽപ്രവൃത്തികളൊക്കെ ചെയ്യണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. വിളക്ക് കൊളുത്തി അത് കത്തിക്കണം. പ്രകാശം കത്തിച്ചിട്ട് അത് പീഠത്തിന്മേൽ വയ്ക്കണം. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്താൽ മതി. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടും. അപ്പോൾ നിങ്ങളുടെ വെളിച്ചം
ഈ ലോകത്തിലെ എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ മുമ്പിൽ അത് പ്രകാശം ഇങ്ങനെ അടിക്കും. അപ്പം നിങ്ങളൊരു മാതൃകയുമാകും. പിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം മഹത്വപ്പെടുകയും ചെയ്യും. നമ്മൾ ദൈവമക്കളാണെന്ന് ഓർത്തോണം. എന്താണ് ദൈവമക്കളുടെ ഒരു പ്രത്യേകത? അതുകൊണ്ട് നമുക്കൊന്ന് ചുരുക്കമായി ചിന്തിക്കാം. ഒന്ന്, ദൈവമക്കൾ സമാധാനം സ്ഥാപിക്കുന്നു. യുദ്ധമുണ്ടാക്കുന്നവരെ ദൈവമക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഒക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം ദൈവമക്കൾ സമാധാനം സ്ഥാപിക്കുന്നവരാണ്. മത്തായി 5:9 പറയുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് യുദ്ധമെന്ന് മാത്രം വിചാരിക്കരുത്. എല്ലാ കലഹവും വീട്ടിലെ പ്രശ്നങ്ങൾ നോക്കിയാലും മതി. മാതാപിതാക്കന്മാരും മക്കളും, മക്കളും മാതാപിതാക്കന്മാരും, സഹോദരന്മാർ തമ്മിൽ, മരുമക്കളും അമ്മായിയമ്മയും അമ്മായിയപ്പനുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സമാധാനമൊന്ന് സ്ഥാപിച്ചിരുന്നെങ്കിൽ ആ സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തിയെ നമുക്ക് ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവപുത്രൻ, ദൈവപുത്രി എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ ഓരോ ഭവനത്തിലും ദൈവമക്കളുണ്ടായിരിക്കണം. ദൈവമക്കളുടെ കുറവുകൊണ്ടാണ് സമാധാനം ഇല്ലാതായി പോകുന്നത്. നമ്മളെ പുനരുദ്ധാനമുണ്ടല്ലോ, പുനരുദ്ധാനത്തിൻ്റെ മക്കൾ ആകണം. അപ്പോൾ നമ്മൾ ദൈവദൂതന്മാർക്ക് തുല്യരായിരിക്കും. ലൂക്കോസ് 20:36 പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ഇനി വേറൊരു സംഗതി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ദൈവമക്കൾ നയിക്കപ്പെടുന്നത് ദൈവാത്മാവിനാലാണ്. അപ്പോഴാണ് ദൈവമക്കൾ എന്ന് പറയാൻ സാധിക്കുന്നത്. റോമർ 8:14 പൗലോസാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേന നാം അബാ പിതാവേ എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പിതാവ്, നമ്മൾ പുത്രന്മാർ. അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ, ആബാ, ഹിബ്രു വാക്ക, ആബാ പിതാവേ എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ നമ്മൾ പിതാവെന്ന് വിളിക്കും? ഇപ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്. പിതാവ് പുത്ര ബന്ധവും സ്വഭാവത്തിൽ വരുന്ന ആ വ്യത്യാസവും നമുക്കറിയാം. പിതാവിനെ പോലെ മക്കളും ആയിരിക്കണം. ഒരു പ്രത്യേക ഒരു ഗുണമുള്ളത്, ഈ മക്കൾ അവകാശികളാണ്. മക്കൾക്കല്ലേ അവകാശം. നമ്മുടെ ഈ ഭൂമിയിലെ കാര്യം അങ്ങനെയല്ലേ? റോമർ 8:17 പറയുന്നു, നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്. അവകാശമുണ്ട്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പോൾ നമുക്കൊരു അവകാശമുണ്ട്. അവകാശം നമുക്ക് കിട്ടും. ഭവനമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വിഷമിക്കേണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മളെ കുറച്ച് പീഡ അനുഭവിക്കുമ്പോൾ അങ്ങ് വിഷമിക്കേണ്ട. എന്തിനാ പീഡ അനുഭവിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവനോടുകൂടെ നാം പീഡ അനുഭവിക്കണം. ക്രിസ്തുവിനോട് കൂടെ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ചായി പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരിക്കൽ അവനോടുകൂടി നമ്മൾ മഹത്വപ്പെടണം. അതിനുവേണ്ടി ഇപ്പോൾ അവനോടുകൂടെ നമ്മൾ പീഡ അനുഭവിക്കുന്നു. പിന്നൊരു കാര്യം അറിയാനുള്ളത്, ഈ എല്ലാവരും മക്കളാണെങ്കിൽ പരസ്പര സ്നേഹം വേണ്ടേ? സഹോദരങ്ങളല്ലേ? അപ്പോൾ സഹോദരനെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 3:10 പറയുന്നു, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ വ്യക്തമാണ്, നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ അവന് പിശാചിൻ്റെ മക്കളാണെന്നർത്ഥം.
പിന്നെ നമുക്കൊരു ഡ്യൂട്ടി, ഒരു കർത്തവ്യമുണ്ട്. മക്കൾ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നമ്മുടെ പിതാവിൻ്റെ നന്മ നമ്മൾ ഇങ്ങനെ പ്രകീർത്തിക്കണം. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ നന്മകൾ നാം പ്രകീർത്തിക്കണം. നമ്മളത് ചെയ്യണം. അറിയാത്ത ഒരാളെ പോലെ നീ ആ യേശുവിൻ്റെ കൂടെ അല്ലായിരുന്നോ എന്ന് ചോദിക്കും. അയ്യോ എനിക്കറിയത്തില്ലേ, പെട്ടെന്നങ്ങ് നിഷേധിക്കുക. നമുക്കേതാണ്ട് കുഴപ്പം സംഭവിക്കാൻ പോകുന്നു, അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും മാറിപ്പോകരുത്. നമ്മൾ അവനോടൊപ്പം പീഡ സഹിക്കണം, അവൻ്റെ നന്മകളെ നമ്മൾ പ്രകീർത്തിക്കണം. അറിയത്തില്ല എന്നൊന്നും നമ്മൾ പറയരുത്, മിണ്ടാതിരിക്കരുത്. അറിയാം, എൻ്റെ ഗുരു ദൈവപുത്രൻ, ഞാൻ അവന് വിശ്വസിക്കുന്നു, അവൻ എൻ്റെ രക്ഷകനാണ്, പറയുന്നതിന് നമ്മൾ മടിക്കണ്ട. ഇനി നമ്മൾ 16-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവീൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ക്രിസ്തുവിൻ്റെ ദിനം പഴയ നിയമത്തിൽ യഹോവയുടെ ദിനമെന്ന് അത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന കാര്യമാണത്. ക്രിസ്തുവിൻ്റെ ദിനം എന്ന് പറയുന്നത് അന്തിമ നാളിനെ അത് സൂചിപ്പിക്കുന്നു. അന്ന് കർത്താവ് ന്യായം വിധിക്കും. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്ക വിധമുള്ള പ്രതിഫലം ലഭിക്കും. 10 ദിനാറ 10 കൂടെ സമ്പാദിച്ചവന് വലിയ അധികാരങ്ങളും രാജ്യത്വമൊക്കെ കൊടുത്തു. 5 കൂടെ സമ്പാദിച്ചവൻ അത്രയുമേ കൊടുത്തുള്ളൂ. 1 സമ്പാദിക്കാത്തവനെ അതിങ്ങെടുത്തിട്ട് അവനെ അങ്ങോട്ട് പീഡ അനുഭവ സ്ഥലത്തേക്ക് അവനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. നമുക്ക് അഭിമാനിക്കാനുള്ള വക നമുക്കുണ്ടായിരിക്കണം. കാര്യം നമ്മളിവിടെ പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും, അഭിമാനം ഉണ്ടാകും. അതിനുള്ള വക നമുക്ക് ഉണ്ടായിരിക്കണം. പൗലോസ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഓടി അതിന് തക്ക പ്രതിഫലം പൗലോസിന് ലഭിക്കും, ഒരു സംശയമില്ല. പൗലോസിന് ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവൻ്റെ കിരീടം കിട്ടും, അത് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, എനിക്ക് സംശയമൊന്നുമില്ല, ജീവൻ്റെ കിരീടം എനിക്ക് കിട്ടും. അപ്പോൾ അത് പറയുന്നത് ഈ പ്രതിഫലത്തെക്കുറിച്ചാണ്. ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഇവിടെ വാചകത്തിൽ പറയുന്നതും എന്താണ് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ജീവൻ ലഭിച്ചത്, നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ജീവൻ ലഭിച്ചത് അത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ജീവൻ്റെ വചനം എന്ന് പറയുന്നത്. ആ വചനത്തിലാണ് ജീവൻ. മത്തായി 4:4 പറയുന്നു, അവൻ പ്രതിവചിച്ചു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സമയവും സന്ദർഭവും നമുക്കറിയാം. പ്രലോഭന സമയത്ത് യേശുക്രിസ്തു പിശാചിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു വചനം ഉദ്ധരിക്കുകയാണ് യേശു ചെയ്തത്. അങ്ങനെ പിശാചിനെ അവിടെ യേശു തോൽപ്പിച്ചു. ഓരോ വാക്കുകൊണ്ടുമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഓരോ വാക്കിനും പ്രാധാന്യമുണ്ടെന്നാണ്. അതിന് ഓരോ വാക്കും പ്രാധാന്യമുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിക്കളയുകയോ ഒരു വാക്കിന് പകരം വേറൊരു വാക്കുകൊണ്ട് പ്രതിഷ്ഠിക്കുകയോ ഒന്നും ചെയ്യരുത്. അർത്ഥം വ്യത്യാസമാകും, ആശയം വ്യത്യാസമാകും, വിശ്വാസത്തെ വളച്ചൊടിക്കലാകും. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിയമാവർത്തനം 8:3 കർത്താവ് ഉദ്ധരിക്കുന്നു. ഇതാണ് നിയമാവർത്തനം 8:3. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയുകയും അറിയാൻ നിങ്ങളെ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓരോ വാക്കും അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 40 വർഷക്കാലം അവർക്ക് മന്നയും കാടപക്ഷിയും മാത്രം ഇങ്ങനെ നൽകി അവരെ കൊണ്ടുവന്നത്. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശു
കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് പലതും മനസ്സിലായില്ല. ചില സംശയങ്ങളൊക്കെ അവരെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. ഏതായാലും യേശു സംശയ നിവാരണാർത്ഥം ഒരു വാചകം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വേറെ സന്ദർഭത്തിൽ ഇങ്ങനെ നടന്നു. പ്രധാന പുരോഹിതനും സദൂക്കായ വിഭാഗം കൂടി അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുകാരാഗ്രഹത്തിലാക്കി. എന്താ കുറ്റം? അവർ പ്രസംഗിച്ചു എന്നുള്ളതാണ് സുവിശേഷം. രാത്രി കർത്താവിന് ദൂതൻ കാരാഗ്രഹവാതിൽ അങ്ങ് തുറന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5:19-20 വാക്യം പറയുന്നു. ആ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനങ്ങൾ പ്രസംഗിക്കുവീൻ. അടങ്ങിയിരിക്കണ്ട, കാരാഗ്രഹത്തിലും കിടക്കണ്ട, നേരെ ദേവാലയത്തിലോട്ട് ചെന്ന് ജനങ്ങളോട് നിങ്ങൾ പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കുക? നവജീവൻ്റെ വചനങ്ങൾ. നവജീവൻ്റെ വചനങ്ങളായിട്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച വചനങ്ങളെ നാം പറയുന്നത്. അവിടെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് നവജീവൻ്റെ വചനങ്ങളാണ്. യേശു കർത്താവിൻ്റെ വചനം പാലിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, നിത്യജീവൻ അവർക്കുണ്ട്. ഈ യോഹന്നാൻ 8:51 പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല. ബഥാനിയായിലെ ലാസർ മരിച്ചു. യേശുവിൻ്റെ സ്നേഹിതൻ എന്നാണ് അറിയപ്പെടുന്നത്. അടക്കപ്പെട്ട 4 ദിവസം കഴിഞ്ഞ് യേശു അവിടെ എത്തി. മാർത്തയോട് യേശു പറഞ്ഞത്, സഹോദരിയോട് പറയുകയാണ്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശു അത് വിശദീകരിച്ചു. യോഹന്നാൻ 11:25 പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 2 തിമോഥെയോസ് 1:10b, അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനുസരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി വേണം നമ്മൾ അധ്വാനിക്കുവാൻ. പ്രാർത്ഥന വേണം. അപ്പോൾ യേശു ഒരിക്കൽ പറഞ്ഞു, കൂടുതൽ വേലക്കാരെയൊക്കെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി വിളവിൻ്റെ നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു കാര്യം അതാ, വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വേലക്കാരെ കൂടുതൽ ആവശ്യമുണ്ട്. മത്തായി 9:37-38 വാക്യങ്ങൾ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവില്ലാന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. പ്രാർത്ഥിക്കുന്ന ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. യേശു കർത്താവ് തന്നെ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ള ഒരു നിയോഗമാണ് അത്. നാം പ്രാർത്ഥിക്കണം. പിന്നെ ഒരു പ്രത്യേകത, നമുക്കൊരു സന്തോഷമുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കും എന്ന് യേശു പറഞ്ഞ വാചകം നിവൃത്തിയാകും. യോഹന്നാൻ 4:35-36 വാക്യം പറയുന്നു. യേശു പറയുകയാണ്, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവീൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നവനെ ഈ ഫലം കൂടുതൽ കിട്ടിയത് സന്തോഷമല്ലേ? കൊയ്യുന്നവനും സന്തോഷമല്ലേ? വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഇത് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. മാത്രമല്ല പ്രതിഫലവും ലഭിക്കും. മൂന്നാമത്തെ കാര്യം അതാണ്. പ്രസംഗത്തിന്, പ്രബോധനത്തിന് എല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കും. ഇവിടെ കിട്ടുന്ന പ്രതിഫലമല്ല, അതാരും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ദൈവം തരുന്നൊരു പ്രതിഫലമുണ്ട്. അതിനെക്കുറിച്ചാണ് 1 തിമോഥെയോസ് 5:17-18. സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായിട്ട് അവർ പരിഗണിക്കപ്പെടും. ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുന്ന കാളയുടെ വായ നീ മൂടിക്കെട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്നും വിശുദ്ധ ലിഖിതം പറയുന്നു. ആത്മാക്കളെ നമ്മൾ ആദായപ്പെടുത്തണം. അത് ജോലി നമുക്കുള്ളതാണ്. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവരെക്കുറിച്ച് ബൈബിളിൽ ചില പരാമർശങ്ങളുണ്ട്. ചിലത് നമുക്കൊന്ന് ചിന്തിക്കാം. 1, ഉന്നതമായ ജ്ഞാനം പ്രകടമാക്കുന്നു. സുഭാഷിതങ്ങൾ 9:9. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായി തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയാകും. എന്നിട്ട് പ്രവർത്തിക്കുന്നവർക്കേ പ്രഭയുള്ള കിരീടം നേടുന്നു. ദാനിയേൽ 12:3 പറയുന്നു, ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രകാശിക്കും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ. 3, ഒരു പുതിയ വിളിയിൽ നമുക്കൊരു പരിശീലനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പുതിയവരായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയല്ലേ. ആരാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്? ക്രിസ്തു തന്നെ നമ്മളെ പരിശീലിപ്പിക്കും. മത്തായി 4:19 പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പത്രോസിന് വേണമെങ്കിൽ പറയും, കർത്താവ് ഈ മനുഷ്യരെ പിടിക്കാനുള്ള വേല ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ ട്രെയിനിങ് അവിടെ നിന്ന് തന്നെ കിട്ടിക്കോളും. പിന്നെന്നുള്ളത് അവരവരുടെ ആത്മാവിനെ രക്ഷിക്കുകയാണ്. യാക്കോബ് 5:20 പറയുന്നു, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ചില മനുഷ്യരെ നമ്മൾ തീയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. യൂദാ 23 അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവീൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവീൻ. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ 16 നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ചത് 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ദൈവം നമ്മെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യണം. നിർദോഷരും നിഷ്കളങ്കരുമായി തീരണം. കുറ്റമറ്റ ദൈവമക്കളാകണം. ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായിട്ട് പ്രകാശിക്കണം. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡ് 171 എപ്പിസോഡിൽ ഫിലിപ്പിയർ 2:17 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.